സ്കൂൾ കലോത്സവത്തിന് ഇനി 2 നാൾ. ഈ വർഷത്തെ വിജയിക്കുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ ജേതാക്കളായ കോഴിക്കോട് ഇത്തവണയും കപ്പ് നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലത്തേക്ക് തിരിക്കുന്നത്. എം.എസ്. അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പുമായുള്ള വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആതിഥേയരായ കോഴിക്കോട് ജില്ല തന്നെയാണ് സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത്. കഴിഞ്ഞ ഒരു വർഷമായി കോഴിക്കോട് സൂക്ഷിച്ചിരുന്ന കപ്പിപ്പോൾ അതിന്റെ പ്രയാണം കൊല്ലത്തേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ ഈ കപ്പ് കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായ രാമനാട്ടുകരയിൽ എത്തിക്കും. അവിടെ നിന്നും പിന്നീട് മറ്റുള്ള ജില്ലകൾ താണ്ടി ഓരോ സ്ഥലങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇത് കൊല്ലത്തേക്കുള്ള അതിന്റെ പ്രയാണം തുടരുക. എന്തായാലും കോഴിക്കോട്ട് നേടിയ കപ്പ് കൊല്ലത്ത് നിലനിർത്തും എന്ന കൃത്യമായ വാശിയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയുള്ളത്. ഈ കപ്പ് ഉടൻ ഈ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കും എന്ന് പറയുന്നു. സാഹിത്യ നഗരി എന്ന പദവി നേടിയ ശേഷമുള്ള ആദ്യ കലോത്സവമാണ്. അതുകൊണ്ട് സാഹിത്യ നഗരിയിലേക്ക് തിരിച്ചെത്തും എന്നാണ് കോഴിക്കോടിന്റെ ചുണക്കുട്ടികൾ പറയുന്നത്. കൈവീശി ഈ കുട്ടികളെ യാത്രയാക്കുന്ന നാട്ടുകാരെ നമുക്ക് കാണാം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ വലിയ പ്രയത്നമാണ് കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തു നിന്നും കപ്പുയർത്താനുണ്ടായിരുന്നത്. ജില്ലാ തലങ്ങളിലെ മത്സരങ്ങളിലും മറ്റുമൊക്കെ ആവേശകരമായ പ്രകടനങ്ങളാണ് ഈ കുട്ടികൾ കാഴ്ചവെച്ചത്. അവർ കൈവീശി കോഴിക്കോട് നിന്നും കൊല്ലത്തേക്കുള്ള യാത്ര തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇത്തവണയും കപ്പ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. നേരത്തെ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പാണ് ഈ സ്വർണ്ണ കപ്പ് ഇത്തവണ കുട്ടികൾക്ക് കൈമാറിയത്. ഇതിനുശേഷമാണ് ഈ യാത്ര ഇവിടെ നിന്നും പുറപ്പെട്ടത്. കഴിഞ്ഞ വർഷം 4 മുതൽ 5 വരെ ലക്ഷം ഫുട് പ്രിന്റ്സ് ആണ് നമ്മുടെ വിക്രം മൈതാനത്ത് വെസ്റ്റിൽ വീണത്. അവിടെ നിന്ന് നമ്മൾ ഇന്നിത് കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായും അത് തിരിച്ചു കൊണ്ടുവരും എന്ന ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ ഇന്ന് ഇവിടെ ഈ ജാഥ അല്ലെങ്കിൽ ഈ കപ്പ് കൈമാറുന്ന അടുത്ത ജില്ലയിലേക്ക് കൈമാറുന്ന ചടങ്ങിനായി എത്തിയിട്ടുള്ളത്. ഇത്തവണയും ഈ കോഴിക്കോട്ടേക്ക് തന്നെ സ്വർണ്ണക്കപ്പ് തിരിച്ചെത്തിക്കും എന്ന പ്രതീക്ഷ കുട്ടികളിൽ പലരും പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ വർഷം ഈ കപ്പ് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 8-ാം തീയതി കപ്പ് കലോത്സവം കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൻ എത്തിയിരിക്കും. അത് നമ്മളെ കോഴിക്കോടിന്റെ ഉറപ്പാണ്. ഇന്ന് രാത്രി തൊടുപുഴയിലാണ് സ്വർണ്ണക്കപ്പ് എത്തുന്നത്. അതിനു മുമ്പായി പലയിടങ്ങളിൽ നിന്നായി സ്കൂളുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം മുന്നോട്ട് നീങ്ങുന്നത്. തൊടുപുഴയിൽ തങ്ങുന്ന കപ്പുമായുള്ള ഘോഷയാത്ര നാളെ രാവിലെ പുനരാരംഭിക്കും. നാളെ വൈകുന്നേരത്തോടുകൂടി ഈ കപ്പ് കലോത്സവ നഗരിയായ കൊല്ലത്ത് എത്തിച്ചേരും.